സംഭവിച്ച് എന്താവെന്ന് വിചാരിച്ച് ഒരു പേടിയും വേണ്ട. കിച്ചേട്ടൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ അവിടെ കുറെ മലയാളി പിള്ളേരൊക്കെ ഉണ്ടെന്ന്. പിന്നെ എന്തിനാ ബേജാറാവുന്നേ? അതൊക്കെ നല്ല കൂട്ടുകാരികൾ നിങ്ങൾക്ക് കിട്ടും, കേട്ടില്ല? കൂട്ടുകാരികളെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അമ്മുല്ലേ, ടീച്ചറെങ്കിലും മലയാളി ആയാ മതിയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പെട്ട്. ആക്കെ മലയാളി ഉണ്ടാവടി. ഇത്രയും വലിയ സ്കൂളിൽ ഇത്രയും മലയാളി പിള്ളേർ പഠിക്കുമ്പോൾ അവിടെ മലയാള ടീച്ചർ ഇല്ലാണ്ടിരിക്കോ? ആക്കെ ഉണ്ടാവും. ഞാൻ പോയിട്ടേ ടിഫിനിൽ ഉപ്പേരി അങ്ങ് കെട്ടിക്കാട്ടെ. നീ വേഗം കഴിച്ചിട്ട് എണീക്കാൻ നോക്കേ. ശിവ, അമ്മ എന്തേ? അമ്മ കിച്ചണില് എനിക്ക് ഫുഡ് എടുത്തു വെച്ചോണ്ടിരിക്കാ. എന്തേ? ഞാൻ കോളേജിൽ പോവാ, അമ്മനോട് പറയാൻ വേണ്ടിട്ടാ. എന്താ എന്നോടൊന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? എനിക്ക് തൽക്കാലേ സൗകര്യമില്ല. അമ്മേ, അമ്മേ, നോക്കിക്കോട് ചേച്ചി. നിന്റെ അഹങ്കാരത്തിനെ നിന്റെ കോളേജില് നിനക്ക് ഒരു മലയാള ഫ്രണ്ട്സിനെ കിട്ടത്തില്ല. ഭാഷ തിരിയാണ്ടേ അങ്ങ് ഞെട്ടി തെറിച്ച് നിൽക്കും. നോക്കിക്കോ. ശപിച്ചതാണോ? താങ്ക് യു സോ മച്ച്. എനിക്ക് തൽക്കാലേ മലയാളി ഫ്രണ്ട്സ് വേണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. ഞാനും ആഗ്രഹിക്കുന്നതേ നല്ല കൊറിയൻ പയ്യന്മാരും പെൺകുട്ടികളൊക്കെ എന്നോട് ഫ്രണ്ട്സ് ആണെന്നാ. സോ ഇതെന്തേലും നടക്കട്ടെന്ന് പ്രാർത്ഥിക്കാട്ടോ. അവളൊരു ശാപം കൊണ്ട് വന്നേക്കുന്നേ. അമ്മേ, അല്ല അമ്മ എത്ര നേരം അടുക്കളയിലല്ലായിരുന്നോ? ഇപ്പൊ എവിടുന്നാ പുറത്തുനിന്ന് വരുന്നേ? ഓ അതെ, ദേവനൊന്ന് പോയി നോക്കിയതാ. അവള് കാലത്തൊന്ന് കടയിൽ പോണെന്ന് പറഞ്ഞായിരുന്നു. അതാ വന്നില്ല നോക്കാൻ പോയതാ. അല്ല മക്കളെ, നീ റെഡി ആയാ? റെഡി ആയമ്മേ, ഞാന് പോയിട്ട് വരാട്ടോ. മക്കളെ നോക്കി പോണം കേട്ടാ. അറിയാത്ത സ്ഥലല്ലേ, പരിചയപ്പെടാൻ എന്തായാലും ഒരു 5-8 ദിവസം പിടിക്കും. അതുവരെ നോക്കി പോയി വാട്ടോ. അപ്പത്തേക്കും വണ്ടി എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. ഓ അതൊന്നും കുഴപ്പമില്ലമ്മേ. അല്ല കിച്ചുവേട്ടനില്ലേ? ഓ കിച്ചുദേ, നിന്നെ കാത്തിരിപ്പാ. വേഗം ചെല്ലാൻ നോക്ക്. അല്ല മക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് ചെയ്യുന്നല്ലേ പറഞ്ഞേ? നേരം വൈകുമോ മക്കളെ? അമ്മ വേണമെങ്കിൽ ഒരു ടിഫിനിൽ ലാസ്റ്റ് ചോറ് എടുത്തരട്ടെ? അയ്യോ അതൊന്നും വേണ്ട അമ്മേ, ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, എന്തായാലും ഉച്ചവരെ ഉണ്ടാവത്തുള്ളൂ. എന്നാ സമയായി, ഞാൻ പോട്ടെ. അല്ല അമ്മമ്മയും ശ്രീകുട്ടി എന്തേ? അവര് മാഡത്തിന്റെ വീട് വരെ പോയതാ മക്കളെ, കുറച്ച് കഴിഞ്ഞ് എത്തും. ആ എന്നാ അവരോട് പറഞ്ഞേ കേട്ടോ, ഞാൻ പോയിട്ട് വരേ. ശരി മക്കളെ, നോക്കി പോട്ടോ. ശരി അമ്മേ. ഡി ശിവ, ഞാൻ പോയിട്ട് വരാട്ടോ. ഓക്കേ ഓക്കേ. മമ്മ, മമ്മ. ഓപ്പാ. അന്ന മമ്മി എവിടെ? മമ്മ ദക്ഷി ഹാസ്വാസിയോയോ ഓപ്പാ. ഓ പുറത്തു പോയതാണോ? അല്ല നീ സ്കൂളിലേക്ക് പോകുന്നില്ലേ? ബട്ട് ഇപ്പോ ഇല്ല. എന്തേ മമ്മനെ കാത്തു നിൽക്കുകയാണോ? മമ്മ വരാൻ ചിലപ്പോ വൈകും. വാ, ഞാൻ കോളേജിലോട്ട് പോന്നേ, ഒരുമിച്ച് പോവാം. എന്നാ ഓക്കെ, നീ പപ്പന്റെ കൂടെ വാ. എന്നാ ഞാൻ പോട്ടോ, മമ്മനോട് പറഞ്ഞേരേ. എടാ ഈ കണക്കിന് പോവെങ്കിൽ അവൻ ഇന്ന് വരത്തില്ലെന്നാ തോന്നുന്നേ. അതൊന്നും വരാണ്ടിരിക്കത്തില്ലടാ, ഓൺ ദ വേ ആയിരിക്കുന്നേ. അതന്നെ ഇന്നലെ അത്രയും ഉറക്കം വെച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്തതല്ലേ. ഇന്ന് അതൊക്കെ പുറത്തെടുത്തില്ലെങ്കിൽ എങ്ങനെ? അതൊക്കെ മച്ചാൻ പറഞ്ഞ ടൈമിന് ഷാർപ്പായിട്ട് എത്തും. ഓ ഒന്ന് പെട്ടെന്ന് വന്നാ മതിയായിരുന്നു. ദേ ഇപ്പൊ തന്നെ പിള്ളേരൊക്കെ വരാനുള്ള സമയായി. വെയിറ്റ് ആക്കടാ, വരാണ്ട് അവിടെ പോവാനാ? അതൊക്കെ അവൻ പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് എത്തിക്കൊള്ളുന്നേ. എടാ കണക്ക് വല്ലതും കിട്ടിയോ? പുതിയ എത്ര സ്റ്റുഡൻസാ വരുന്നേന്ന്? കണക്ക് പ്രകാരം നോക്കുവാണെങ്കിൽ 20-നും 25-നും ഇടയിലെന്നാ പ്രിൻസിന്റെ വായെന്ന് വീണേ. അപ്പോ ഇന്നൊരു പൊളി പൊളിക്കാം. ദേ 100 ഐസ് മച്ചാൻ എത്തിയല്ലോ. മച്ചാ വേഗം വാടാ. ദേ ഫസ്റ്റത്തെ എൻട്രി. എന്നാ ടൈമിംഗ് നോക്കടാ. 3, 2, 1. Please side. Which language? Tamil. Wow, welcome. Most welcome Tamil Selvi. എൻ പേര് തമിഴ് സെൽവി അല്ലേ? ഓഹോ, അപ്പോ ഇംഗ്ലീഷ് സെൽവി ആയിരിക്കും അല്ലേ? എനിക്ക് ക്ലാസ്സൊക്കെ പോണം. പൊക്കോ, നിന്നാരും പിടിച്ചു വെച്ചില്ലല്ലോ. അതിനു മുന്നേ എന്റെ മച്ചാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ കൊടുക്കുകയാണെങ്കിൽ, അല്ല അവൻ തരുന്ന ടാസ്ക് കറക്റ്റ് ചെയ്യുവാണെങ്കിൽ ക്ലാസ്സിലോട്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ எனக்கு நீங்க சொல்றதொன்னும் புரியல. So sad. But நாங்க all languageல ഗില്ലി സംജാ? എടാ പൊട്ടാ, സംജാന്ന് പറഞ്ഞ ഹിന്ദി അല്ലേ? എന്തോന്ന്, എന്തായാലും അവക്ക് തിരിയാൻ പോണില്ലല്ലോ. ബ്രദർ. ബ്രദർ എന്താ ബ്രദർ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ആ ബ്രദർ എന്ന് വിളിക്ക് കൊടുക്ക് ഒരു കുതിര പവൻ. ലുക്ക്, ഞാനിവിടെ നിന്റെ ചേട്ടനും അല്ല, നീ എന്റെ അനിയത്തിയല്ല. ഓക്കെ, ചോദിക്കുന്ന ചോദ്യത്തിന് മര്യാദയ്ക്ക് ഉത്തരം പറയുവാണെങ്കിൽ ക്ലാസ് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ അച്ചോടാ പാവ അനിയത്തി കുഞ്ഞിന് ഭയമാർക്ക് പോലും. ഫസ്റ്റത്തെ അറ്റംപ്റ്റ് തന്നെ ഇങ്ങനെ കരഞ്ഞു മെഴുകുവാണെങ്കിൽ
ഇന്നത്തെ ദിവസം അതോ ഗതി. കൊളന്തേ കൊളന്തയോ? എടാ ഒരു ഫ്ലോന് നോക്ക് നോക്ക്. എന്നാ നിന്നെ രക്ഷിക്കാന്ന് വിചാരിച്ച്, ബട്ട് നിന്റെ ആ വിളി അതെനിക്ക് പിടിച്ചില്ല. സോ ഇന്നത്തെ പണിഷ്മെന്റ് അനുഭവിച്ചിട്ട് പോയാച്ചാ മതി. ഞങ്ങളെ നെയിംസ് ഗസ് ചെയ്, എന്നിട്ട് ഓരോരുത്തരുടെ നെയിം പറ. നെയിം കറക്റ്റ് ആണെങ്കിൽ നിനക്ക് ക്ലാസ് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ അയ്യോ ബ്രദർ എനിക്ക് எப்படி உங்க பேரெல்லாம் தெரியும்? நானே ഫസ്റ്റ് ടൈം പാക്കറേ. ചുമ്മാ ഗസ് ചെയ്യ് കൊച്ചേ, ഞങ്ങളെ ലുക്കൊക്കെ വെച്ച് ഗസ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ആ അതന്നെ, പ്രത്യേകിച്ചും എന്റെ ലുക്ക് കണ്ടാ തന്നെ അറിഞ്ഞൂടെ എന്റെ പേരെന്തായിരിക്കുന്ന്. സോ ടൈം വേസ്റ്റ് ചെയ്യണ്ട, ഞങ്ങൾക്ക് ഇനി കുറെ അറ്റംപ്റ്റ് ഉള്ളതാ. സോ വേഗം നെയിംസ് ഒക്കെ പറഞ്ഞ് വേഗം ഓടിക്കോ. ചെല്ല് ചെല്ല്. ഏതേ ദയവ് ചെയ്ത് എന്നെ നോക്കണ്ട, ഫസ്റ്റ് അവന്റെ അടുത്തും തുടങ്ങ്. ഓക്കേ? ഫസ്റ്റ് നിക്കിര இந்த அண்ணாவோட பேரு പേര് ആര്യനായിരിക്കും. റോങ്, ജസ്റ്റ് മിസ്. അപ്പോ ആര്യനില്ലയാ? നോ. അപ്പോ വേറെന്നെ? അത് ശരി, നിന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ നീ ഞങ്ങളോടാണ് ചോദ്യം ചോദിക്കുന്നേ. അണ്ണാ സോറി അണ്ണാ, പേര് തെരിയില്ല, അതിനാൽതാ. വൺ മോർ ചാൻസ്. എത്ര ചാൻസ് വേണമെങ്കിലും എടുത്തോ കുട്ടിയെ, പേര് കറക്റ്റ് ആയാ മാത്രം മതി. ദേ ഒരു പേരിന് ആലോചിക്കാൻ ഇത്ര ടൈം ആണെങ്കിൽ 4 പേരെ പേരും കൂടെ ആലോചിക്കുമ്പോ ഇന്ന് കോളേജിനെ പൂട്ടി പോയല്ലോ. അതുകൊണ്ട് നിനക്ക് ചെറിയൊരു വിട്ടുവീഴ്ച. 4 പേരില് ഒരാളെ പേരെങ്കിലും കറക്റ്റ് പറഞ്ഞാ നിനക്ക് ക്ലാസ് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് കോളേജ് കഴിയുന്നവരെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. മോളെ അവർ പതപ്പിക്കണ്ട, അവനങ്ങനെ പതയത്തില്ല കേട്ടാ. അതുകൊണ്ട് പേര് പറഞ്ഞിട്ട് പോയിക്കോ. പക്ഷെ പേര് പറയണ മുന്നേ 100 വട്ടം ആലോചിച്ചിട്ട് വേണം പറയാനേ. എനിക്കെങ്ങനെ ആ പേര് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നീട് ഇവിടെ നടക്കുക എന്താന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? പറ, അവന്റെ പേരെന്താ? അവരുടെ പേര് പാണ്ഡി. പാണ്ഡ്യന്റെ പാണ്ഡ്യണ്ണോ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. എന്നാലും മച്ചാ, എന്തുകൊണ്ടായിരിക്കും അവൾ നിനക്ക് കണ്ടറിഞ്ഞ് പാണ്ഡ്യൻ തന്നെ പേരിട്ടേ? മതി, എനിക്കിനി ഒരു ചാൻസും ഇല്ല. മര്യാദയ്ക്ക് ഇന്ന് കോളേജ് വിട്ട് പോണ മുന്നേ എന്റെ പേര് കണ്ടുപിടിച്ച് അതൊരു 100 വട്ടം ഒരു A4 ഷീറ്റിൽ എഴുതി കൊണ്ടു തരണം, കേട്ടല്ലോ? എന്തേ കുറഞ്ഞു പോയോ? എന്നാ ഒരു 500 വട്ടം എഴുതിക്കോ. ഇന്ന് ഈവനിങ് കോളേജ് വിട്ട് പോകുമ്പോ നീ ആ പേപ്പർ തന്നാലേ ഇവിടുന്ന് പടി കിടക്കാൻ പറ്റുമോ? ആലോചിച്ചോ? അവനോട് മല്ലിടാൻ നിക്കണ്ട, അവനെ നമ്പർ കൂട്ടിയോണ്ട് പോവും. പിന്നെ ഇന്ന് കോളേജിൽ നിന്ന് പോവാൻ പറ്റത്തില്ല, പറഞ്ഞേക്കാം. എന്റെ പേരൊന്നും ചോദിച്ചില്ലല്ലോ. എടാ പാണ്ടി മച്ചാ, നന്ദിയുണ്ടേ. എന്റെ അടുത്ത് വേർഡ്സ് കൂട്ടും പറഞ്ഞേക്കാം. അവളോളൊരു പാണ്ഡ്യം. ഇന്നത്തെ മൂടനെ അവള് സ്പോയിൽ ചെയ്ത്. ഇതിൽ കൂടെ പോണ്ട, നമുക്ക് ബാക്ക് കൂടെ പോവാം. ബാക്കിലൂടെ പോരാ, ആരെന്തിനാടി മുന്നിൽ കൂടെ തന്നെ പോയിക്കോളെ. എല്ലാരും ഇതിലൂടെയല്ലേ പോകുന്നേ, പിന്നെന്താ? അമ്മോ അങ്ങോട്ട് നോക്ക്, അവിടെ കുറച്ച് പയ്യന്മാരിരിക്കുന്ന കാണുന്നില്ലേ? എവിടെ? കണ്ടേ. എന്താ? അവന്മാരവിടെ എന്തിനാ ഇരിക്കണെന്നറിയോ? വേറെ എന്തിനെ? കാറ്റ് കൊള്ളാനായിരിക്കും. ഇത്രയും വിശാലമായിട്ടുള്ള കോളേജില് സിറ്റ് ഔട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നത് കാറ്റ് കൊള്ളാനായിരിക്കത്തില്ലേ? ഓന്റെ പൊട്ടത്തിയെ, ആ സിറ്റ് ഔട്ട് ഒന്നല്ല, അവര് അങ്ങോട്ടേക്കുള്ള വഴി മറിച്ചേ ബെഞ്ചിട്ട് ഇരിക്കുവാ, പുതിയതായിട്ട് വരുന്ന ജൂനിയേഴ്സിനെ റാഗിങ് ചെയ്യാനേ. അവിടെ പെൺകുട്ടിനെ കണ്ടില്ലേ? കൊറേ നേരെ അവര് തടഞ്ഞു നിർത്തിയേക്കുന്നേ. അവളെ പോവാൻ എന്നെ വിടുന്നില്ല, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടെന്നാ തോന്നുന്നേ. അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഇവിടുത്തെ ഭാഷ പോലും തിരിയത്തില്ല. വെറുതെ എന്തിനാ ഓരോ വണ്ടി വരെ വലിച്ചു കൂട്ടുന്നേ? അതുകൊണ്ട് നമുക്ക് ബാക്ക് കൂടെ പോവാം, അതാകുമ്പം അവര് ശ്രദ്ധയിൽപ്പെടുത്തില്ലല്ലോ. എനിക്ക് പേടിയാ. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം, എന്നിട്ട് നാളെ വരാം. നാളെ വന്നാ എന്തേ? നാളെ വന്ന ഇവന്മാര് കാണത്തില്ലേ? ഇവരെ സ്ഥിരം ഏർപ്പാടാന്നാ കണ്ടിട്ട് തോന്നുന്നേ. അതുകൊണ്ട് വാ, നമുക്ക് സൈലന്റ് ആയിട്ട് ബാക്കിലൂടെ പോയേക്കാം. നോക്ക്, നമ്മൾ ഇവിടെ നിൽക്കുമ്പോ നമ്മൾ കണ്ണു വെട്ടിച്ച് പോവാൻ നോക്കണോ? പോയി പിടിക്കണം അവളെ. ആഹാ, ഇവളാള് കൊള്ളാലോ.
ഹലോ വേർ ആർ യു ഗോയിങ്? പ്ലീസ് ലീവ്. മര്യാദയ്ക്ക് എന്റെ ബാഗ് ഒന്ന് കൈയെടുക്കണോ? വൗ, ആർ യു മലയാളി? ഡബിൾ ഹാപ്പി. എന്തായാലും വന്ന സ്ഥിതിക്ക് ഞങ്ങളെ ക്വസ്റ്റ്യനുള്ള ആൻസർ ഒക്കെ തന്നിട്ടേ ക്ലാസ് പോയേച്ചാ മതി. ഓക്കെ, കം ഓൺ. നിന്നോട് പച്ച മലയാളത്തിൽ പറയാ, മര്യാദയ്ക്ക് എന്റെ ബാഗ് ഒന്ന് കൈയെടുത്തോ. അതായിരിക്കും നിനക്ക് നല്ലത്. വൗ, മലയാളി എവിടെയും പവർഫുൾ അല്ലേ? ബട്ട് നിന്റെ പവർഫുൾ ഒന്നും എന്റെ അടുത്ത് കാണിക്കണ്ട. ഞാൻ അങ്ങോട്ട് തിരിച്ച് കാണിച്ചാണ്ടല്ലോ നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. സോ ഫസ്റ്റ് ഡേ തന്നെ ലാസ്റ്റ് ഡേ ആക്കാതെ പറയണ കേട്ട് വരാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്. എന്താ തെറ്റാ ചെയ്തേനോ? നിങ്ങൾ എത്ര വലിയ തെറ്റാ ചെയ്തേന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? സോ കം ഓൺ. ഇനി ശിവനെയും പാർവതിയൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ലെന്നേ. അവള് കുടുങ്ങിയിരിക്കുന്നതേ ഡെവിലിന്റെ കയ്യിലാ. എന്തേ സംശയണ്ടോ? സംശയം ഉണ്ടെങ്കിലേ അങ്ങോട്ട് നോക്ക്. അക്കടെ ചൂടോ ബേബി. നിക്കാൻ പറഞ്ഞ നിക്കണം, മനസ്സിലായോ? അല്ലാതെ നാലാൾക്കാർ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് കിടന്ന് ഷോ ഇറക്കരുത്, മനസ്സിലായോ? കൈയെടുക്കടാ. എന്താടി വിളിച്ചേ? എന്തേ നിനക്കൊരു വട്ടം പറഞ്ഞ ചെവി കേൾക്കത്തില്ലേ? കൈയെടുക്കടാ. വേറെ ലെവല് സീനല്ലേ? അല്ലടാ, അവര് രണ്ടുപേരും എന്തോ കുശ കുശ പറയുന്നുണ്ടല്ലോ. എന്തുവാ? കുറച്ചും കൂടെ അടുത്ത് പോയി നിക്കാന്നേ, എന്നാലല്ലേ കേക്കത്തുള്ളൂ. അതൊന്നും വേണ്ട, ഇവിടെ തന്നെ നല്ലോണം ഫ്രെയിം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മിണ്ടാതെ നിക്കാൻ നോക്ക്. എന്റെ പൊന്നോ, ഇത്ര കൊല്ലത്തിനിടയ്ക്ക് ഇങ്ങനൊരു സീന് ആദ്യമായിട്ടാ കാണാനും കണ്ണിന് കുളിർമ തന്നെ. ഇന്ന് മിക്കവാറും ഇവളീ കോളേജിന് പുറത്തായ തന്നെ. ഷുവർ ഫസ്റ്റ് ഡേ തന്നെ ലാസ്റ്റത്തെ ഡേ ആവും, നോക്കിക്കോ. നിന്നോട് പറഞ്ഞേ കൈ എടുക്കാനേ. ഇതിന് നീ ഗേദിക്കും പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് സോറി ചോദിക്കേ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ നിന്നോട് സോറി ചോദിക്കുന്നേ? കൈ എടുക്കടാ. ഓ, മച്ചാന പെണ്ണിനിട്ട് പൊരിക്കുന്നുണ്ടല്ലോ. പാവം പെണ്ണ് പേടിച്ച് കരയാനായിടാ. പിന്നല്ല, ഇവളുമാരെന്താ വിചാരിച്ചേ? നമ്മളെ കണ്ണു വെട്ടിച്ച് പോയി കഴിഞ്ഞാ അവളങ്ങ് സുഖമായിട്ട് പോവാന്നല്ലേ? നമ്മളുള്ളപ്പം അത് നടത്താൻ അനുവദിക്കോ? ആളറിയാതെയാ നീ കാല് വച്ചേക്കുന്നേ. ഇതിന് നീ ഖേദിക്കും, നോക്കിക്കോ. അതന്നെയാണോ എനിക്കും പറയാനുള്ളത്. ജൂനിയർ ആണെന്ന് കരുതി നീ എന്നെ കുറിച്ച് അളന്നല്ലോ, അത് നിനക്ക് തെറ്റി. നീ ഇവിടെ സീനിയർ ആണെങ്കിലേ ഇതേ കോളേജില് ഞാൻ ജൂനിയറാ. സീനിയറിന് വലിയ കൊമ്പൊന്നുമില്ല, അത് നീ മനസ്സിലാക്കിക്കോ. ഇതന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിരിക്കണം. ഇനി ആരോടെങ്കിലും ഇങ്ങനെ പെരുമാറുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാന്ന് നീ തികച്ചറിയാൻ പറഞ്ഞേക്കാം. അമ്മോ വാ, എടി വാ. ഞാൻ ആരാന്നറിയണ്ട, അവളെന്റെ മേലെ കൈ വെച്ചിട്ട് പോയേക്കുന്നേ. ഇതിനവള് ഖേദിക്കും. സോറി സോറി. എന്നാലെന്റെ അളിയോ, നമ്മൾ ഇത്ര കൊല്ലം സർവീസിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു അനുഭവം? ഓ, ഒന്ന് വാ അടയ്ക്കടാ. എടാ ഒന്ന് പോയടാ. നമ്മൾ ഇത്ര കൊല്ലത്തെ സർവീസില് ആരെങ്കിലും ഒരാള്, നമ്മൾ 4 പേരിൽ ആരെങ്കിലും ഒരാളെ മുഖത്തേക്കെങ്കിലും നോക്കി കാണോ? ഈ കോളേജിലുള്ളവരൊക്കെ നമ്മളെ കണ്ട അങ്ങനെ പേടിക്കും. അങ്ങനെ ഉള്ളപ്പോ ദേ ഇന്ന് വന്ന ആ ജൂനിയർ പെണ്ണ് നമ്മളെ ചെക്കന്റെ കൈക്കെന്നെ കയറി പിടിച്ചെന്നേ. പിടിച്ചോന്നോ, കൈയെന്നെ കയറി ഒടിച്ചെന്നേ. അവളാളൊരു പുലിയാന്ന് തോന്നുന്നേ. വെന്ത കഞ്ഞില് വേവ് നോക്കണ്ടേ? മര്യാദയ്ക്ക് ഐസ് പാക്ക് എന്തെങ്കിലും എടുത്തുവരാ നോക്ക്. ചെല്ലേ. എടുത്തു വരാം, നീ അവനെ നോക്ക്. വേഗം ചെല്ലേ. എനിക്ക് ഐസ് പാക്കും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട. എനിക്ക് ഇപ്പൊ തന്നെ അവളെ ഡീറ്റെയിൽസ് വേണം. എടാ അതൊക്കെ പിന്നെ നോക്കാം. നോക്ക്, നിന്റെ കൈയൊക്കെ അങ്ങ് റെഡിഷ് ആയി പോയി കിടക്കുക. ഇപ്പൊ തന്നെ ഐസ് പാക്ക് വെക്ക്, അല്ലാന്നുണ്ടെങ്കിൽ പെയിന് കൂടും. വാ പറയണ കേക്ക്. അതൊക്കെ നമുക്ക് ചെയ്യാം. നീ ഇപ്പൊ ഒന്ന് വാ പ്ലീസ്.